ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന വർക്കൗട്ടൊക്കെ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നൊരു വർക്കൗട്ടാണ് നമ്മുടെ ഈ ഡംബൽ ഹാമർ കേൾ എന്ന് പറയുന്ന വർക്കൗട്ട്. ഇത് നമ്മുടെ ബൈസെപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഇത് മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ ഇത് വളരെ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ട്രെയിനർമാരൊന്നും തന്നെ കാണില്ല. ഇതേ രീതിയിലൊക്കെയാണ് ഡംബൽസ് എടുത്ത് വെച്ചിട്ട് ഡംബൽ ഹാമർ കേൾ ചെയ്യുന്നത്. ഓക്കെ, ബോഡി പോസ്ചറൊന്നും ഒരിക്കലും കൃത്യമായിരിക്കില്ല. ഇതേ കണക്ക് ചെയ്യും, ഇങ്ങനെ കുനിഞ്ഞൊക്കെ ചെയ്യും, ഒരുപാട് മലന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാം. പക്ഷേ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കൃത്യമായ രീതികൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ബോഡി പോസ്ചർ ആദ്യം നിങ്ങൾ കൃത്യമാക്കണം. ഓക്കെ, നിങ്ങൾ ചെസ്റ്റ് അപ്പ് ചെയ്യുക, നിങ്ങളുടെ കോർ മസിൽ നല്ലോണം ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് വേണം ഡംബൽ ഹാമർ കേൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ബൈസെപ്സിൻ്റെ സൈഡിലുള്ള മസിൽസിനെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഡംബൽ ഹാമർ കേൾ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണിത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. ചില ആൾക്കാർ ഇതേ രീതിയിൽ ചെയ്യുന്ന കാണാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ട്രൈസെപ്പ് മസിലും നമ്മുടെ ഷോൾഡർ മസിലുമാണ് എൻഗേജ് ആവുന്നത് കൂടുതലും. നമ്മൾ വളരെ സാവധാനത്തിൽ, കണ്ടില്ലേ, കൈ ഒരിക്കലും ബാക്കിലോട്ടൊന്നും കൊണ്ടുപോകരുത്. ഈ ഒരു പൊസിഷനിൽ മാത്രം വരിക. ഓക്കെ, നിങ്ങളുടെ കൈ ഇതേ രീതിയിൽ മാത്രം വരിക, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ് തെറ്റ് ചെയ്യുക. ഓക്കെ, ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡംബൽ മേളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ, അപ്പ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഈ ഒരു പൊസിഷനിൽ മാത്രം നിങ്ങൾ ഡംബൽ ഉയർത്തുക. ഓക്കെ, നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും വർക്കൗട്ടുകൾ തെറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ നല്ല കൃത്യമായിട്ട് നമ്മൾ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത് അത് നല്ല കൃത്യമായ രീതിയിൽ, കൃത്യമായ ഫോമിൽ, കൃത്യമായ ബ്രീത്തിങ്ങിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രയോജനം ഉണ്ടാവും. അല്ലാതെ വെറുതെ നമ്മൾ കിടന്ന് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ ഡംബൽ ഹാമറുകൾ ചെയ്യുമ്പോൾ ദാണ്ട് ഈ ഒരു പൊസിഷനിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കണ്ടില്ലേ എൻ്റെ കൈ പോകുന്നത്? നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൈഡിലോട്ട് ഇതേ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഡംബൽ ഹാമർ കേൾ ചെയ്ത് നോക്കുക. നിങ്ങൾ സാറിന് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പ്രയോജനകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡംബലിൻ്റെ നിങ്ങളുടെ ആ ബൈസെപ്സ് കുറേ കൂടെ എൻഗേജ്ഡ് ആക്കാനും പീക്ക് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു രീതി വളരെയേറെ സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തേന്ന് പറഞ്ഞ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്ത് വളരെ സാവധാനത്തിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. ഇത് ചെയ്യുന്ന വഴി നിങ്ങളുടെ ബൈസെപ്സൊക്കെ നല്ല ഗ്രോ ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.